ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല കോട്ടയം സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഈ ഒരു കറി ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് റിപ്പീറ്റായിട്ട് ഉണ്ടാക്കും. അത് മസ്റ്റാണ് കേട്ടോ. അത്രയും പൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ മീഡിയം സൈസിലുള്ള ജാറില്ലേ, ആ ഒരു ജാർ എടുക്കട്ടോ. ഏറ്റവും ചെറുതല്ല, അതിൻ്റെ നടുക്കത്തെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് ഒരു 13-14 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ മത്തിക്കാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കുന്നത്. കൂടുതൽ എടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇരട്ടിയാക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് സാധാരണ പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ടൊരു 2 മിനിറ്റ് അരച്ചെടുത്തതിന് ഇതുപോലെ നല്ല മഷി പോലെ അരഞ്ഞിട്ടു കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുടംപുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ ബൗളിൽ ഒരു ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് പൊതിർത്തി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 2 മിനിറ്റ് അതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ്. അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് രണ്ടും കൂടിയിട്ടാണ് 1 ടേബിൾ സ്പൂണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ, ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഒരു തീയിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അങ്ങനെ ഇത് അരപ്പിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അതേ ജാറിൽ 1 കപ്പ് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് പാർന്നു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ, കുടംപുളി ഇട്ടിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കല്ലുപ്പാണ് എടുക്കുന്നത്. ഇതുപോലത്തെ കറികൾക്കൊക്കെ പൊതുവേ ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊടിപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പുളി വേണമെങ്കിൽ പുളി, അല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ്, അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു നമ്മൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അതൊക്കെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വരട്ടെ. ഒരു 4-5 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മത്തിയാണ്, കുഞ്ഞുമത്തി. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു കറി. അപ്പോൾ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട്. നല്ല നെയ്യുള്ള മത്തിയാണ്, അപ്പോൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഇനി മീനിട്ടതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ നിന്ന് കറിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലിലൊന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്, ഏകദേശം ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മീനിന് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ്. അപ്പോൾ കുഞ്ഞിമത്തിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമ്മളെ കുഞ്ഞിമത്തി വെന്ത് കിട്ടാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഇതാ നമുക്ക് കുറച്ചൊരു പിടി കറിവേപ്പില എടുത്തിട്ട് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു കറിവേപ്പിലൻ്റെ നല്ലൊരു ചുവ കിട്ടണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടി ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചോറിനാണെങ്കിൽ ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം കറി വേണമല്ലോ കഴിക്കാൻ. ഇനി ഇത് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ദോശക്കോ അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതാ ചെറിയൊരു തുണി കഷ്ണം വെച്ചിട്ട് അതിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കാം, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോട്ടയം സ്റ്റൈല് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ചൂടുള്ള പൊറോട്ടേൻ്റെ കൂടെയൊക്കെ അങ്ങ് കിട്ടില്ലല്ലോ കേട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ മുളകും പൊറോട്ടയും കഴിക്കാൻ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇപ്പം കയ്യിൽ ചോറാണ് ഉണ്ടായത്, അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, ഭയങ്കര ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മീൻകറിൻ്റെ രഹസ്യം എന്താണ് നിങ്ങൾക്കറിയാലോ, വെക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മീൻ കറി, അതും പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിനുശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ് വേർഡ്. താങ്ക് യു.